വയനാട്ടിലെ ദുരന്ത സ്ഥലത്ത് ഹണ്ടിങ് ഡോഗ്സ് വരുമെന്നാണ് പറയുന്നത്. അവിടെ ഇനി അവിടെ നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടത് 402 പേരെ നഷ്ടപ്പെട്ടെന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ട്. കാരണം മരണസംഖ്യ 224 മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും തിരിച്ചറിയാൻ പറ്റാത്ത ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 600-നടുത്ത ആൾക്കാർ വരും. അത് 800 വരെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം അത് 2-3 മാസം കൊണ്ട് മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഫിഗർ കണ്ടെത്താൻ കഴിയുള്ളൂ. പിന്നെ അവിടെ താമസിക്കുന്നവർ മാത്രമല്ല, വന്നു പോയവരും, ആ വീട്ടിലെ ഗസ്റ്റായിട്ട് വന്നവരും, മറ്റു വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചവരും, അതുപോലെ തന്നെ അന്യസംസ്ഥാനത്തെ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മരണസംഖ്യ 700-നും 800-നും ഇടയ്ക്ക് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്താണ് ഹണ്ടിങ് ഡോഗ്സ് എന്ന് പറയുന്ന കഡാവർ ഡോഗ്സ് എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഈ കഡാവർ ഡോഗ്സിനെ പറ്റിയുള്ള നമ്മുടെ അറിവ്? കാരണം പോലീസ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ഒരിനം ശ്വാനന്മാരാണ് കഡാവർ ഡോഗ്സുകൾ. കാരണം അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയാണ്. കഡാവറിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് കഡാവർ ഡോഗ്സിനെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ കഡാവർ ഡോഗ്സ് എന്ന് പറയുന്നത് അത് ലാബ്രഡോർ റിട്രീവറാണ്, അല്ലെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡാണ്. ഇവരൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് കഡാവർ ഡോഗ്സ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നത്. ബെൽജിയം മലിനോസ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല കഡാവർ ഡോഗ്സ് എന്ന് പറയുന്നത്. കാരണം ഡെഡ് ബോഡി കണ്ടെത്താനും മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്താനും സ്കെൽറ്റൻ കണ്ടെത്താനും മിസ്സിംഗ് ആയി കിടക്കുന്നവരെ ട്രേസ് ചെയ്യാനും മണ്ണിനടിയിൽ പൂഴ്ന്നുപോയവരെ കണ്ടെത്താനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആഴ്ത്തട്ടുകളിൽ മറിഞ്ഞു കിടക്കുന്നവരെ കണ്ടെത്താനൊക്കെ ബെസ്റ്റ് കഡാവർ ഡോഗ്സ് ആണ് ഓസ്ട്രേലിയയുടെയും അതുപോലെ ബെൽജിയത്തിൻ്റെയൊക്കെ ഉള്ളത്. ഈ ലാബ്രഡോർ റിട്രീവറോ ജർമ്മൻ ഷെപ്പേർഡോ അല്ലാത്ത ബെൽജിയൻ മലിനോസിന് വലിയധികം വില കൊടുക്കേണ്ടി വരും. എങ്കിലും ഇത് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ ഇരിക്കും. കാരണം ഇവർക്ക് മറ്റ് സ്മെല്ലുകൾ അല്ല കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ഈ കഡാവർ ഡോഗ്സിന് കൂടെ കൊടുക്കുന്ന ആ സ്മെല്ലെന്ന് പറയുന്നത് ബ്ലഡിൻ്റെ ചിലപ്പം സ്മെല്ല് കൊടുക്കാം, നമ്മുടെ സ്കെലിറ്റൻ ബോണിൻ്റെ കൊടുക്കാം, ഹെയറിൻ്റെ കൊടുക്കും, അതുപോലെ പല്ലിൻ്റെ കൊടുക്കും, പിന്നെ ഹ്യൂമൻ ഫ്ലഷ് അതിൻ്റെ സ്മെല്ല്. ഇത് കോൺസ്റ്റൻ്റായിട്ട് പട്ടിക്ക് സ്മെല്ല് ചെയ്ത് ട്രെയിനിങ് കൊടുത്തുകയാണ് കഡാവർ ഡോഗ്സിനെ അവർ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ഹാൻഡിലറിൻ്റെ കഴിവ് പോലെ ഇരിക്കും ഓരോ കഡാവർ ഡോഗ്സിൻ്റെ എഫിഷ്യൻസി. നമ്മൾ കഡാവർ ഡോഗുമായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാതെ പോയവരെ കണ്ടെത്താൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ മണ്ണിനടിയിൽ 300 അടി മുതൽ 500 അടി വരെയുള്ളതൊക്കെ സ്മെല്ല് ചെയ്യും, കണ്ടെത്തും കഡാവർ ഡോഗ്സുകൾ. അതുപോലെ തന്നെ ഈ മനുഷ്യ ശരീരത്തിൽ ഹ്യൂമൻ റിമെയിൻസ്, അതിനാണ് കഡാവർ എന്ന് പറയുന്നത്. അത് നമ്മൾക്കറിയാം 300-500 അടി വരെ ഉള്ള സ്മെല്ല് അതുങ്ങൾക്ക് കിട്ടും. കാരണം ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് അവർക്ക് കൊടുത്തു കൊണ്ടുവരുന്നത്. മറ്റൊന്ന്, ചാർഡായ അല്ലെങ്കിൽ കരിഞ്ഞ ഡെഡ് ബോഡി ഇത് സ്മെല്ല് ചെയ്യുമോ ഇല്ലെന്ന് പ്രസക്തമായ ചോദ്യമുണ്ട്. കാരണം ചില വീടുകൾ ഭീകരന്മാർ കത്തിച്ച് കളയും, അതിനകത്തുള്ളവരെല്ലാം കരിഞ്ഞു പോകും. അവിടെ കെമിക്കൽ യൂസ് ചെയ്ത് ആൾക്കാരുടെ വീടുകളൊക്കെ കത്തിച്ച് കളയുകയും ഉള്ളിലുള്ള ആൾക്കാർ പൊള്ളലേറ്റ് കരിഞ്ഞ് ചാമ്പലാവുകയൊക്കെ ചെയ്താൽ അവിടെ കെമിക്കലിൻ്റെ ചില സ്മെല്ലുകൾ ഉള്ളത് കൊണ്ട് ചില കഡാവർ നമുക്ക് സ്മെല്ല് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കഡാവർ ഡോഗ്സ് അത് സ്മെല്ല് ചെയ്യാൻ കഴിയില്ല. എങ്കിലും പൊതുവേ ഈ കഡാവർ ഡോഗ്സിൻ്റെ ഹാൻഡ്ലറിൻ്റെ എഫിഷ്യൻസി പോലെ തന്നെ ഇരിക്കും അതിൻ്റെ ട്രെയിനിങ്. ചിലത് കൂടെ ഇതിനെ ഈ സ്മെല്ല് കൊടുത്തുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇത് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല് വരെ ചാലിയാർ പുഴയുടെ എല്ലാ ഭാഗങ്ങളിലും ഏകദേശം 10-200 ചില്ലുവാനും ഡെഡ് ബോഡിയാണ് നമുക്ക് കിട്ടിയത്. അവിടെ പല സ്ഥലത്തും കാടുകളിലുമൊക്കെ ഡെഡ് ബോഡിയുടെ ചിതറിക്കിടന്ന് നമ്മൾ കണ്ടു, അവശിഷ്ടങ്ങൾ കണ്ടു. ചിലയിടത്ത് ചെറിയൊരു ശരീരത്തിൻ്റെ അവശിഷ്ടം മാത്രം കിട്ടിയ സ്ഥലങ്ങളുണ്ട്. കൊച്ചുകുട്ടികൾ 10-40ഓളം പേരെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. വളരെ ചെറിയ കുട്ടികൾ, 1 വയസ്സ് മുതലുള്ള കുട്ടികൾ. അപ്പോൾ അവരുടെയൊക്കെ ശരീരഭാഗങ്ങൾ കല്ലിലൊക്കെ ഇടിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ചിന്നിത്തെറി പോവും. അതുകൊണ്ടാണ് ചെറിയ ഭാഗങ്ങളായിട്ട് ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഏതും
ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയും ആ 3 വാർഡിലും, അത് 10, 11, 12 ആ മേപ്പാടി പഞ്ചായത്തിൻ്റെ വാർഡുകൾ. ആ 3 വാർഡിലെയും ഏകദേശം 100%, 90%-ഓളം താമസിക്കുന്ന വീടുകളെല്ലാം ഒലിച്ചു പോയി. അവിടെ തരിശു ഭൂമിയായി ചുമന്ന മണ്ണായി പാറ കൂട്ടങ്ങളായി അവശേഷിച്ചു കഴിഞ്ഞു. ഒലിച്ചുപോയവരെ പലരെയും നമുക്ക് ഇനിയും 10-200 പേരെ കണ്ടെത്താനുണ്ട്. ആ കണ്ടെത്തുന്നതിൻ്റെ ജോലിയാണ് ഇപ്പോൾ ഏകദേശം 10-14 ദിവസമായിട്ടും നമ്മൾ അതിൻ്റെ പുറകെ നിന്ന് നമ്മുടെ സഹോദരങ്ങളുടെ മിസ്സായവരെ അവരെ പറ്റിയുള്ള വിവരങ്ങൾ, അവരുടെ ഡെഡ് ബോഡികളൊക്കെ ശേഖരിച്ച് തുടങ്ങുന്നത്. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഈ വർക്ക് അങ്ങ് മുന്നോട്ട് പോകും. അതിനുശേഷം ഈ 3 പഞ്ചായത്തിലുള്ളവർ അവർ ദുഃഖത്തിലാഴ്ന്ന് തന്നെ അവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും. കാരണം പലർക്കും അവർ ജനിച്ച മണ്ണ്, അവർ ജനിച്ച വീട്, അതിൻ്റെ പരിസരം വിട്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്, നമുക്ക് അവിടെ തന്നെ കുടിയിരുത്താൻ മനസ്സുള്ളവരെ അവിടെ തന്നെ കുടിയിരുത്തണം. അത് ആ മനുഷ്യൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ആ അന്തരീക്ഷവും ആ വീടും ആ പരിസരവും പരിസരത്ത് താമസിക്കുന്നവരും തമ്മിലുള്ള അഭേദ്യ ബന്ധങ്ങൾ മുറിച്ച് ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല. നല്ല പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്. എല്ലാവർക്കും പഴയ അവസ്ഥയിലേക്ക് പോകാനാണ് താല്പര്യം. അതുകൊണ്ട് ഇനി ഈ വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ അവരുടെ വീടിൻ്റെ പരിസരത്ത് സ്ഥലം കണ്ടെത്തി അവർക്ക് വീട് അവിടെ നിർമ്മിച്ച് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. ഒരു ടൗൺഷിപ്പൊക്കെ നമുക്ക് നല്ല ആശയങ്ങളാണെങ്കിലും ആ ടൗൺഷിപ്പിലെ ഫ്ലാറ്റിലൊക്കെ പോയി കർഷകർ താമസിക്കുക എന്നുള്ളത്, ആ ടൗൺഷിപ്പിൽ വലിയ ഫ്ലാറ്റുകൾ വന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. രണ്ടാമത് ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത് കുറച്ചുകൂടി സുഖകരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കർഷകരാണ് 100% ഇവിടെ ഈ അവരുടെ വീടുകളും നഷ്ടപ്പെട്ടവർ മുഴുവനും, അവരുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ എല്ലാവരും കർഷകരാണ്. അവർക്ക് മറ്റൊരു സോഫിസ്റ്റിക്കേറ്റഡ് ലൈഫിലോട്ട് നമ്മൾ കൊണ്ട് ചാടിക്കുന്ന അബദ്ധമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പരിസരത്ത് തന്നെ മനസ്സുള്ളവർക്ക്, അവിടെ തന്നെ നിൽക്കുന്നുള്ളവർക്ക് ആ അവശേഷിക്കുന്ന ഓരോ കുടുംബത്തിലെ അംഗത്തിനോട് ചോദിച്ചിട്ട് അവർക്ക് എവിടെയാണ് അവർ തീരുമാനമെടുക്കട്ടെ, അവരാലോചിച്ച് തീരുമാനമെടുക്കട്ടെ. അതിനുശേഷം ഭൂരിപക്ഷം അഭിപ്രായം അതാണെങ്കിൽ ആ പരിസരത്ത് തന്നെ സ്ഥലം കണ്ടെത്തി നഷ്ടപ്പെട്ട സ്ഥലങ്ങളുടെ അടുത്ത് തന്നെ ഇനി വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ അവർക്ക് വസതി ഒരുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇത് നമ്മുടെ കർഷകരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ക്വാറികളുടെയോ ഒക്കെ നമ്മൾ ശപിച്ചിട്ട് കാര്യമില്ല. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലും അപകടമാണ് നമുക്കുണ്ടായെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് സാമാന്യ ബുദ്ധിക്ക് യോജിച്ച കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ആ പൊട്ടി തകർന്നു വന്ന ആ മലയുടെ മുകൾ ഭാഗം മുതൽ അത് ഒഴുകിപ്പോയ സ്ഥലങ്ങളും അവിടെ മുഴുവൻ നശിപ്പിച്ച് അവരുടെ വീടുകളും ജനങ്ങളെ എടുത്തുകൊണ്ട് പോയത് നമ്മൾ കണ്ടു. അതൊരു പ്രകൃതി ദുരന്തം തന്നെയാണ്. അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് ഇനിയും ഉണ്ടാകാം. ഇതുപോലെയുള്ള സാഹചര്യത്തിലും അന്തരീക്ഷത്തിലും പശ്ചിമഘട്ടത്തിലുള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട്, അവിടേക്ക് ഇനിയും ഉണ്ടാകാം. പക്ഷേ ഈ സ്ഥലത്ത് ഇനി അതുപോലെ ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഇതേ സ്ഥലത്ത് ഇനി ഉണ്ടാകാനുള്ള സാധ്യത ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 30 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാകാനൂ. കാരണം ആ സമയത്ത് അവിടെ ഇനി കാട് മെച്ചപ്പെട്ട് വരികയുള്ളൂ, അവിടെ മണ്ണൊലിച്ച് വരികയുള്ളൂ, അവിടെ മരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് ഇനി ഒരു 10-30 വർഷം കഴിഞ്ഞിട്ടേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇനി ഒരു ഉരുൾപൊട്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളൂ. അതേസമയത്ത് അവിടെയുള്ളവരെല്ലാം ജനങ്ങളും അവിടുന്ന് കുറേയധികം ആൾക്കാർ മാറിപ്പോയി. അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടായ അനുഭവം വെച്ചിട്ടും പരിസരങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലൊക്കെ വെച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ രാത്രി പലരും മാറിയിരിക്കുന്നു. അതുകൊണ്ട് വളരെയധികം ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അവർക്ക് മാറാത്ത അവിടെ നിന്നത് ഒരിക്കലും ഇത് പ്രതീക്ഷിക്കാത്ത, ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ആറിലെ അല്ലെങ്കിൽ ഉരുൾപൊട്ടി വന്ന വെള്ളം ആ ആറിൽ കൂടെ പൊക്കളയും അല്ലെങ്കിൽ ആ നദിയിൽ കൂടെ പോകും എന്ന് കരുതിയവർ അവർക്ക് തെറ്റിപ്പോയി. കാരണം ഇങ്ങനെയുള്ള ആ സ്ഥലത്തിൻ്റെ കിടപ്പും ടോപ്പോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാറുന്ന സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതായിരുന്നു ഉചിതം. അതുകൊണ്ട് ഇവിടെ ഇന്ന് മുതൽ ഈ കടാവർ ഡോഗ്സിൻ്റെ സേവനം നമുക്ക് ലഭിക്കും. അത് നമുക്കറിയാം, ഹണ്ടിങ് ഡോഗ്, ഹൗൺസ് ഡോഗ്, അതിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട ഡോഗുകളായിരിക്കണം ഇപ്പോൾ ഇവിടുത്തെ സർവീസിന് വരുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ഡോഗ്സിൻ്റെ സേവനം തീർച്ചയായിട്ടും വളരെ ഗുണകരമായിരിക്കും. ഇത് സാധാരണഗതിയിൽ ഈ ട്രെയിൻഡ് ഡോഗുകൾ ആ ഏതെങ്കിലും വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണിനടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാറയ്ക്കിടയിലോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ ഹ്യൂമൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അംശങ്ങൾ, അത് ബോണായാലും എല്ലായാലും ശരി, പല്ലായാലും ശരി, അവരുടെ തലമുടി ആയാലും ശരി, ഹ്യൂമൻ
റിമെയിൻസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമായാലും ശരി, ആ പട്ടി സാധാരണഗതിയിൽ അത് കാണുമ്പം അത് കുരയ്ക്കും. അത് ഹാൻഡ്ലർക്ക് മനസ്സിലാവും അവിടെ തീർച്ചയായും 95% പട്ടി കുരച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ഈ കഡാവർ ഡോഗ്സിൻ്റെ ആ ബാർക്ക്, ആ കൊര അത് കൃത്യമായിരിക്കും. 95% അത് കൃത്യം തന്നെയാണെന്നാണ് ഇതുവരെ കണ്ടിട്ടുള്ള, അതില്ലെങ്കിൽ ഇതേപ്പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. അതുപോലെ തന്നെ ചില ഡോഗ്സുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ സ്കെലിറ്റൻ, ഹ്യൂമൻ റിമെയിൻസ് ഉള്ള സ്ഥലത്ത് അത് കുരയ്ക്കുന്നതിന് പകരം അവിടെ കിടക്കും, മാറില്ല, അവിടെ കിടക്കും. അപ്പോൾ ആ സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഒരു അവശിഷ്ടം ഏതെങ്കിലും കിട്ടാം, അല്ലെങ്കിൽ മനുഷ്യ ശരീരം കിട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ വർഷങ്ങൾക്ക് ശേഷം ഉള്ളതായാലും ശരി സ്കെലിറ്റൻ ഉള്ള സ്ഥലമായിരിക്കാം. അത് ഏകദേശം 25 വർഷം പഴക്കമുള്ള സ്കെലിറ്റൻ വരെ ഈ കഡാവർ ഡോഗ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ സേവനം തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ്. ഇന്നു മുതൽ കഡാവർ ഡോഗ്സ് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ സ്കെലിറ്റൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിമെയിൻസ് അത് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താനായിട്ട് കഴിയും. ഈ 95% അതിൻ്റെ ബാർക്ക്, അതിൻ്റെ കൊരയോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോയി കിടന്ന് കഴിഞ്ഞാൽ അത് 95%-ഓളം അത് സത്യമായിരിക്കും. അതുകൊണ്ട് ഈ ഡോഗ്സിൻ്റെ സേവനം നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കിനി കിട്ടാനുള്ള പലരെയും റിമെയിൻസ് നമുക്ക് ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.